ശരിക്കും പറഞ്ഞാൽ അമേരിക്ക എന്താണ് ചെയ്യുന്നതെന്ന് ലോകത്തിന് ഇപ്പോഴും ഒരു ബോധ്യമില്ല. ഇപ്പോൾ അമേരിക്കയിലെ ജനറൽമാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടുന്നു. ഈ യോഗം വിളിച്ചു കൂട്ടുക എന്ന് പറയുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. എന്തിനാണ് ഈ ജനറൽമാരെ വിളിച്ചു കൂട്ടുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം അമേരിക്ക ഉണ്ടോ? ഉണ്ടെങ്കിൽ ട്രംപ് കൂടി പങ്കെടുക്കുന്ന യോഗം ആവില്ലേ അത്? തീർച്ചയായിട്ടും ഈ വാർത്ത വരുന്നത് ട്രംപ് പങ്കെടുക്കുന്നു എന്നാണ് പറയുന്നത്. ABC-യും അതുപോലെ തന്നെ റോയിറ്റേഴ്സും ഒക്കെ പ്രമുഖ മാധ്യമങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അമേരിക്ക എന്താണ് ചെയ്യുന്നതെന്ന് ലോകത്തിന് അറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ ചേരുന്നത് അമേരിക്ക എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ലോകത്തിന് അറിയില്ല എന്നുള്ള വാക്കായിരിക്കും. സുനിജി നേരത്തെ ചോദിച്ചാൽ അല്ലേ, അങ്ങനെയായിരിക്കും നല്ലത്. അമേരിക്ക എന്തൊക്കെയോ ചെയ്യുകയാണ്. അപ്പം പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടിയന്തര യോഗം ചേരുന്നത് സൈനിക ഉദ്യോഗസ്ഥന്മാരുടെയും ജനറൽമാരുടെയും യോഗമാണ്. അപ്പോൾ അത് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റാണ് ഇത് വിളിച്ചു ചേർത്തിരിക്കുന്നത്. അപ്പോൾ വിർജീനിയയിലെ കോണ്ടിക്കോ മെറിൻ കോർപ്സ് ബേസിലാണ് ഇത് ചേർത്തിരിക്കുന്നത്. വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ബേസാണത്. പട്ടാള ക്യാമ്പ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ബേസാണത്. അവിടെയാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഈ അമേരിക്കയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയം എന്ന് പറഞ്ഞ വികാരത്തിൻ്റെ മുകളിലാണ് അവരുടെ രാജ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അമേരിക്കയിലൊക്കെ ഉള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള പല സുഹൃത്തുക്കളും, നിങ്ങളുടെയും എൻ്റെയും ഒക്കെ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സായിപ്പിന്റെ വീട്ടിലേക്ക് അല്ല അമേരിക്കക്കാരനായിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്ക് പെർമിഷൻ ഇല്ലാതെ കയറി ചെന്നാൽ അവൻ അപ്പം തോക്കെടുക്കും. പേടിയാണ്. അല്ല, അവനപ്പം തോക്കെടുത്ത് വെടിവെക്കും. അല്ല, പെർമിഷനില്ലാതെ ചെല്ലാൻ പാടില്ല. അപ്പൊ എന്ന് വെച്ചാൽ അത്രയും ഭയമുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സെപ്റ്റംബർ 11 ശേഷം ലോകത്തിന് അമേരിക്ക ശരിക്കും ഭയപ്പെട്ടു തുടങ്ങി. ആ ഭയത്തിന്റെ പീക്ക് അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ ഭയം എന്താ? ഇന്ന് പുതിയ ശാക്തിക ചേരികൾ ഈ ഏകധ്രുവ സങ്കല്പത്തിൽ നിന്നും അത് വേറൊരു ഒരു ശാക്തിക ചേരികൾ മറ്റു ലോകത്തിൻ്റെ പല കോണുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചൈനയും അമേരിക്കയും റഷ്യയും ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ഇന്ത്യയും റഷ്യയൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പുതിയ ശാക്തിക ചേരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തി നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു വാരിയർ എത്തിക്സിൻ്റെ പേരിൽ ഇങ്ങനെ വിളിച്ചു ചേർക്കുമ്പോൾ ഇത് എന്താണ് നമുക്ക് തോന്നുന്നത് അത് കേൾക്കുമ്പോൾ? ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്ക ഈ ഭയത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ ഈ അമേരിക്ക ആരെ ആക്രമിക്കും എന്നൊക്കെ ഒരു ഭയമാണ്. കാരണം അവർക്ക് എപ്പോഴും മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് അവരുടെ ആയുധ കച്ചവടം നടത്തി സമ്പത്തുണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോവാണ്. പക്ഷേ ഇത്രയും കാലത്ത് 2 ചേരികളായിരുന്നെങ്കിൽ ഇനി അങ്ങനെ ഒരു ചേരി വേണ്ടെന്ന് റഷ്യ ബ്രിക്സ് ഉച്ചകോടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഈക്വലായിട്ടുള്ള അവകാശം, ഈക്വലായിട്ടുള്ള നേട്ടങ്ങൾ, ഗുണങ്ങൾ അങ്ങനെ മതി എന്ന് പറയുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ സൈനിക തലവന്മാരെയൊക്കെ കൂട്ടി വിളിച്ചു ചേർക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു യുദ്ധതന്ത്രമാണോ എന്ന് സംശയിക്കേണ്ടി അങ്ങനെ സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ സംശയിക്കേണ്ട സാഹചര്യത്തെക്കാൾ കൂടുതൽ ഈ വാരിയർ എത്തിക്സ് എന്നുള്ള പേരിൽ വിളിച്ചു ചേർക്കുമ്പോൾ ആ വാക്ക് തന്നെ ധർമ്മയുദ്ധം എന്ന് നമ്മൾ പറയും. യുദ്ധത്തിൽ ധർമ്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു പ്രശ്നമല്ലേ? അല്ല, നമ്മളിപ്പോ മഹാഭാരത യുദ്ധത്തെ കുറിച്ച് പറയുന്നത് ധർമ്മയുദ്ധം. എല്ലാ യുദ്ധത്തിലും ധർമ്മമുണ്ട്. സ്ത്രീകളെ, കുട്ടികളെ കൊല്ലാൻ പാടില്ല. രോഗികളായിട്ടുള്ള ആളുകളെ, മുറിവേറ്റവരെ കൊല്ലാൻ പാടില്ല. കൊന്നവനെ ചത്തവനെ വീണ്ടും കൊല്ലുന്ന പോലെയാണ്. അത് അമേരിക്ക ചെയ്യാറുണ്ട്. അമേരിക്ക അത് ചെയ്തിട്ടുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബിട്ടത് അങ്ങനെ ചെയ്ത ഒരു പ്രവൃത്തിയാണ്, ഹീനമായ പ്രവൃത്തിയാണ്. അപ്പം ഈ യുദ്ധ നിയമങ്ങളൊക്കെ ലോകത്ത് കാറ്റി പറത്തിയിട്ടുള്ള ഏക രാജ്യം അമേരിക്കയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത് ചെയ്യും. അപ്പം അവർ ഭയത്തിന്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ധർമ്മയുദ്ധം എന്ന് പറയുന്നത് സ്വന്തം പട്ടാളക്കാരെ ധർമ്മം പഠിപ്പിക്കാൻ അമേരിക്ക ഇപ്പോൾ മുതിരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ധാർമ്മിക ച്യുതി അവരിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വലിയ അപകടമല്ലേ? സ്വന്തം രാജ്യത്തെ സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യത്തിലേക്കാണ് വരുന്നത്. ഇപ്പം ലോകമെമ്പാടുമായ 50-60 രാജ്യങ്ങളിലായി അമേരിക്കയ്ക്ക് സൈന്യത്തിന് സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വിന്യാസ കേന്ദ്രങ്ങളിലെ ഏഷ്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ സഹകരണ കരാറാണ് അവർക്കുള്ളത്. യൂറോപ്പിലേക്ക് പോയാൽ നാറ്റോയുടെ ഭാഗമായിട്ട് ജർമ്മനിയും ഇറ്റലിയും UK തുടങ്ങിയ രാജ്യങ്ങളിൽ സൈനിക താവളങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഖത്തറിലും ബഹ്റിലും UAE-യിലും ഉൾപ്പെടെ രാജ്യങ്ങളിൽ വ്യോമ നാവിക സേനാ കേന്ദ്രങ്ങളുണ്ട്. ആഫ്രിക്കയിൽ ജിബൂട്ടിയിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമുണ്ട്. തന്ത്രപ്രധാനമായ ഒരു ഏരിയയിലാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ ലോകമെമ്പാടും ഇങ്ങനെ സൈനിക വിന്യാസങ്ങളും ഉപകരണ സംഭരണ കേന്ദ്രങ്ങളും യുദ്ധ ഉപകരണ സംഭരണ അവർ സ്റ്റോർ ചെയ്തിരിക്കുക. ഇപ്പൊ പാകിസ്ഥാനിലെ അമേരിക്കയുടെ സംഭരണ കേന്ദ്രം ഉണ്ടെന്ന് പറയുന്ന പോലെയാണ്. അവർ സ്റ്റോർ ചെയ്തിരിക്കുന്ന താൽക്കാലിക വിന്യാസം എന്നിവയിലൂടെ തങ്ങളുടെ ആഗോള സൈനിക സ്വാധീനം നിലനിർത്തുന്ന അമേരിക്കക്ക് ആ സ്വാധീനത്തിന്റെ മുന്നണി പോരാളികളായിട്ടുള്ള ഇപ്പോൾ ഈ പട്ടാളക്കാരെ അവരെ ധർമ്മം പഠിപ്പിക്കുന്നത്, യുദ്ധധർമ്മം അവരെ പഠിപ്പിക്കാൻ എന്ന പേരിൽ, ഈ എത്തിക്സ് പഠിപ്പിക്കാൻ എന്ന പേരിൽ ആയിരിക്കുമോ വിളിച്ചത്? മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നിപ്പോൾ ചിന്തിക്കുമ്പോൾ
അത് അടിയന്തരമായി എന്തോ ഒരു വിഷയം അവിടെ മണക്കുന്നുണ്ട്, മറ്റെന്തോ അവിടെ മണക്കുന്നുണ്ട്. അപ്പം വാരിയർ എത്തിക്സ് തന്നെയാണോ ലക്ഷ്യം, മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതാണ് ഇവിടെ പറയുന്ന. ഇവർക്ക് കൊടുക്കുന്ന ഈ വാരിയർ അമേരിക്കൻ സൈനികർക്ക് അടിസ്ഥാന മൂല്യങ്ങളായി പഠിപ്പിക്കുന്ന ഒരു മനോഭാവം എന്തൊക്കെയാണെന്നറിയാമോ? 3 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒന്ന്, ഐ വിൽ നെവർ ക്വിറ്റ്, ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഒരു സൈനികൻ എന്ന നിലയ്ക്ക് എൻ്റെ ജോലി ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല, ക്വിറ്റ് ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, ഐ വിൽ നെവർ ലീവ് എ ഫാളൻ കോമ്രേഡ്, ഒരു സഹപ്രവർത്തകനെയും ഞാൻ ഇട്ട് പോകില്ല, വഴിയിലിട്ട് പോകില്ല. വഴിയിലിട്ട് പോകുന്ന അതിന്റെ ഉസ്താദുക്കളാണ് അമേരിക്ക. ഏതെല്ലാ കാലത്തും ആ ഓരോ സന്ദർഭത്തിലും ഓരോരുത്തർ കൂട്ടും. അഫ്ഗാനിസ്ഥാനിൽ നടന്നത്, ഇറാഖിൽ നടന്നത് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടെ ചേർക്കും, പിന്നെ ആവശ്യം കഴിയും, വിട്ടുപോകും, വഴിയിൽ ഉപേക്ഷിക്കും. അപ്പോ ഐ വിൽ നെവർ ലീവ് എ ഫാളൻ കോമ്രേഡ്, ഇത് പഠിപ്പിക്കുന്നുണ്ട്. അടുത്തെന്താ? ഐ വിൽ ഓൾവേസ് പ്ലേസ് ദ മിഷൻ ഫസ്റ്റ്, എൻ്റെ ദൗത്യമാണ് എനിക്ക് എപ്പോഴും ആദ്യം. അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ വാക്കിനെ ചേർത്തുകൊണ്ട് ഇവിടെ കാണണം. അപ്പം ഇത്തരത്തിലുള്ള അമേരിക്കയുടെ ഈ സൈനിക പരിശീലനത്തിൻ്റെ ഹൃദയത്തിന് എന്തെങ്കിലും സമീപകാലത്ത് സംഭവിച്ചിട്ടുണ്ടോ? സൈന്യത്തിൻ്റെ ആത്മവിശ്വാസവും ആത്മാർത്ഥതയും കുറഞ്ഞിട്ടുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാൾ, സൈന്യത്തെ ഉപയോഗിക്കുന്ന ഒരാളും കൂടിയാണ്, അടുത്ത് നിൽക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ട്രംപ് ഒരു രാഷ്ട്രീയ സന്ദേശം ഇതിനകത്ത് നൽകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ട്രംപ് സൈന്യത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അതിൻ്റെ ഭാഗമായി സൈന്യത്തിന് തൻ്റെ സ്വാധീനം കൂട്ടാൻ വേണ്ടി അദ്ദേഹം ഈ കാര്യങ്ങളിലൂടെ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, വാദം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് സന്നദ്ധമാക്കുന്ന പരിപാടിയാണോ ട്രംപ് നടത്തുന്നത് എന്നുണ്ട്. അപ്പം പ്രതിരോധ വകുപ്പിന്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ ലക്ഷ്യങ്ങളോ അജണ്ടയോ ഒന്നും ഈ കാര്യത്തിൽ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ സൈന്യത്തിനുള്ളിൽ ഒറ്റക്കെട്ടായ ഒരു മനോഭാവം വളർത്താൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നും പരിശീലന പരിപാടികളിൽ വാരിയർ എത്തിക്സ് കൂടുതൽ ഊന്നൽ നൽകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നും സൈനിക നേതൃത്വത്തിന്റെ പുനഃക്രമീകരണവും കൂടി അവർ ഉദ്ദേശിക്കുന്നുണ്ടെന്നും എന്തെങ്കിലും ഒരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടാണോ എന്ന് സംശയിക്കേണ്ട രീതിയിലാണ് ഇത്തരം കാര്യങ്ങളും കൂടി ഉള്ളത്. രാഷ്ട്രീയ സൈനിക ബന്ധത്തിൽ പുതിയ ദിശാനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷെ നമുക്ക് അമേരിക്കൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ അത്യപൂർവമായ ഈ അടിയന്തര യോഗം, ഇത് വർഷത്തിലൊരിക്കലാണ് സാധാരണ ചേരാറ്, പക്ഷെ അടിയന്തര യോഗം ഇങ്ങനെ ചേരാറില്ല. ഇത് നമുക്ക് നൽകുന്ന ഒരു സൂചന എന്താണെന്ന് വെച്ചാൽ ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിന്റെ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ, അതോ യോഗത്തിന്റെ ഫലങ്ങൾ എന്താണെങ്കിലും ഈ അമേരിക്കൻ എത്തിക്സ് പഠിപ്പിക്കാൻ, ലോകത്തിനെ എത്തിക്സ് പഠിപ്പിക്കാൻ, ലോകത്തെ മര്യാദ പഠിപ്പിക്കാൻ, ലോകത്തെ ധർമ്മം പഠിപ്പിക്കാൻ, അധർമ്മത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കയ്ക്ക് ധർമ്മം പഠിപ്പിക്കാൻ എന്ന പേരിൽ ആ ധാർമ്മികമായ മാർഗങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന അമേരിക്കയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സ്വയം മറ്റുള്ളവരെ സംശയിച്ച് തുടങ്ങിയിരുന്ന ആ അമേരിക്ക സ്വന്തം സൈന്യത്തെയും സ്വന്തം ജനതയെയും സംശയിച്ച് സ്വയം തുടങ്ങിയോ എന്ന് പറഞ്ഞാൽ അത് നാശത്തിനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത് ആ സ്വന്തം സൈന്യത്തിന് തന്നെ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ പോലെ തന്നെ സേനയും മാറിയെന്നല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് വലിയ സംശയമാവില്ല. ഒരു രാജാവിന് സ്വന്തം സൈന്യത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു രാജാവിന് ഭരിക്കാൻ അവകാശമില്ല. ആ രാജാവ് തീർച്ചയായിട്ടും പരാജിതനാണ്. ആ സൈന്യം ചിതറിയോടും. ഇപ്പോൾ സൻസൂയെ പോലുള്ള ലോകത്തിലെ ഏറ്റവും യുദ്ധത്തിന്റെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധ നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളാണ് സൻസു, ചൈനീസ് യുദ്ധ തന്ത്രജ്ഞൻ. അദ്ദേഹം ദ ആർട്ട് ഓഫ് വാർ, യുദ്ധം എന്ന കലയിൽ ഇതെല്ലാം വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. ആരായിരിക്കണം ഒരു യുദ്ധം നയിക്കേണ്ടത്, എങ്ങനെയായിരിക്കും യുദ്ധം നയിക്കേണ്ടത്, യുദ്ധത്തിന്റെ നർമ്മങ്ങൾ എന്നാണ്. ഇന്ന് ലോകം മുഴുവൻ അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് ഇന്നും പിന്തുടരുന്നത്. നമ്മുടെ കണ്ണിലൊക്കെ മുളക് പൊടി ഇടുന്നില്ലേ, അതൊക്കെ സൻസുയുടെ നിയമങ്ങളാണ്. ചെറിയ കൊച്ചു കാര്യങ്ങൾ മുതൽ യുദ്ധത്തിൽ ഉപയോഗിക്കേണ്ട ഒളിപ്പോരുകൾ, ഗറില്ല യുദ്ധങ്ങൾ, അത് വായിക്കേണ്ട പുസ്തകമാണ്. വളരെ ചെറിയ പുസ്തകമാണ്, മലയാളത്തിലും അതിന്റെ കൃതി ലഭ്യമാണ്. അപ്പൊ അത്തരം ധർമ്മയുദ്ധത്തെ കൃഷ്ണനൊക്കെ നമ്മളോട് പറയുന്ന ഈ ധർമ്മയുദ്ധത്തെ പുലർത്താൻ വേണ്ടിയിട്ട് ഭാരതം പോലുള്ള ഒരു വലിയ രാജ്യം ശ്രമിക്കുമ്പോൾ അധാർമികമായ മാർഗങ്ങളിലൂടെ ധർമ്മത്തിന്റെ പേരിൽ യുദ്ധധർമ്മം വീണ്ടും പഠിപ്പിക്കാൻ, സ്വന്തം ആൾക്കാരെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് ഇത് എന്ത് പറ്റി എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.